പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന് LDF പിന്തുണയോടെ മായ രാഹുലും UDFിൽ നിന്ന് റിയ ചീരാങ്കുഴിയും മത്സരിക്കും. വിമത കൌൺസിലർമാരുടെ പിന്തുണയുള്ളതിനാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മായ രാഹുൽ. എന്നാൽ UDF വിട്ട കൌൺസിലർമാർ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. സജോ, ഗുഡ് മോർണിംഗ്. പാലായിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സസ്പെൻസ് ആയിരിക്കുകയാണ്. നാടകീയ സംഭവങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശ്രുതി ഗുഡ് മോർണിംഗ്. അതായത് പാലാ എക്കാലവും രാഷ്ട്രീയ അനിശ്ചിതത്വം കൊണ്ട് ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ പല അനിശ്ചിതത്വങ്ങളും നാടകീയ സംഭവങ്ങളും പലതവണ കണ്ടു. അത് ആവർത്തിക്കാനുള്ള സാധ്യത സമ്പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുകയില്ല. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ UDF ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന വിമത കൗൺസിലർമാർ അവിടെ പുളിക്കക്കണ്ടം ഫാമിലിയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണത്തെ അട്ടിമറിച്ചിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് നേരത്തെ UDF ക്യാമ്പിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് വിമത കൂടിയായ അല്ലെങ്കിൽ ലീഡറായി ജയിച്ച മായ രാഹുലാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി വിമത കൗൺസിലർമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവരെ LDF പിന്തുണയ്ക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. LDFന്റെ 12-ഉം അവരുടെ 4-ഉം ചേരുമ്പോൾ ജയിക്കാൻ ആവശ്യമായ വോട്ട് ലഭ്യമാകും എന്നതാണ് ആ ക്യാമ്പിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകളെ അണിനയിപ്പിക്കാനുള്ള വളരെ സജീവമായ ശ്രമം ഇതിനിടെ ഉണ്ടായിരുന്നു. ഒരു കൗൺസിലർ UDFിൽ തന്നെ എന്ന മട്ടിലുള്ള പ്രതികരണമൊക്കെ നടത്തുന്നതും ഇതിനിടെ കണ്ടു. അപ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നത് കാണേണ്ടതാണ്. UDF റിയ ചീരാങ്കുഴിയെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. LDF പിന്തുണയോടുകൂടി വിമത കൗൺസിലർ മുന്നോട്ട് വച്ചിരിക്കുന്ന നേരത്തെയുള്ള വൈസ് ചെയർപേഴ്സൺ കൂടിയായ മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF ക്യാമ്പിനെ സംബന്ധിച്ച് അതൊരു കനത്ത തിരിച്ചടിയാകും എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അയോഗ്യതയടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. അത് പക്ഷേ നിയമപരമായി നടപടിക്രമം പൂർത്തീകരിക്കണം എന്നൊരു പ്രശ്നമുണ്ട്. ദിയ പുളിക്കക്കണ്ടം ഈ കോൺഗ്രസ് കൗൺസിലർമാർ പാലം വലിച്ചതോടുകൂടിയാണ് അയോഗ്യത നേരിടുന്നത്. അല്ലെങ്കിൽ ഭരിക്കാൻ ആവശ്യമായ പിന്തുണയില്ലാതെ പുറത്തേക്ക് പോകേണ്ടി വരുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ ഈ പുളിക്കക്കണ്ടം ഫാമിലിക്കെതിരെ ഫൈറ്റ് പ്രഖ്യാപിച്ചാണ് ഒടുവിൽ നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം കൂടി മറികടന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ വിമത കൗൺസിലർമാർ പോവുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സമ്പൂർണ്ണ ധാരണയിലേക്ക് മറ്റും എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവസാനവട്ട ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. ആ ക്യാമ്പിൽ നിന്ന് ഒരാളെ അനുനയിപ്പിക്കാൻ ഏറെക്കുറെ കഴിഞ്ഞു എന്ന മട്ടിൽ ഉള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏതായാലും പാലാ നഗരസഭയുടെ ഒരു കാര്യത്തിൽ വല്ലാത്തൊരു അനിശ്ചിതത്വവും നാടകീയതയും കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതാണ്. അത് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആ അനിശ്ചിതാവസ്ഥ ഉണ്ടാകാവുന്നതാണ്. അത്തരം നാടകീയ സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ കൗതുകമുണ്ട് പാലാ നഗരസഭയുടെ കാര്യത്തിൽ. മറ്റൊന്ന്, അവിടെ LDFന്റെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അവരുടെ കൂടി പിന്തുണയോടുകൂടി അവരുടെ തട്ടകത്തിൽ അവർക്ക് ഭരണം നഷ്ടമായതാണ്. അവരുടെ പിന്തുണയോടുകൂടി ഒരു ഭരണം വീണ്ടും അവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ ഭാവി സംബന്ധിച്ചൊക്കെയുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലാകെയുള്ള ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് എന്ന സവിശേഷത കൂടിയുണ്ട്. ശരി, പാലായിൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം അല്ലെ? സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.